താൽപര്യം വിസ്മരിച്ച് കമ്പനികളുടെ താൽപര്യം സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. എൻഡോസൾഫാൻ ഭീതി മൂലം സ്ത്രീകൾ ഗർഭഛിദ്രം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിന്നെ അതിന്റെ മാരക സ്വഭാവ ശക്തിയായി പറയുന്നതിന് പകരം കമ്പനിയുടെ താല്പര്യങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ് കഴിഞ്ഞ തവണ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് കമ്പനി മാനേജ്മെന്റിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുന്ന വളരെ അപലപനീയമായ സമീപനമാണ്, ക്രൂരമായ സമീപനമാണ് സെൻട്രൽ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനെ കേരളത്തിന്റെ പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. എൻഡോസൾഫാന്റെ കാര്യത്തിൽ ഇനിയും ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറരുതെന്ന് വനം പരിസ്ഥിതി മന്ത്രി ബിനോയ് വിശ്വം പറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ എല്ലാവരും ദുഃഖിക്കുന്നു. വാണിജ്യ താൽപര്യങ്ങളല്ല രാജ്യത്തെ നയിക്കേണ്ടത്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. കൃഷിവകുപ്പുമായുള്ള ചർച്ചയിൽ വനംവകുപ്പ് ഇക്കാര്യം അറിയിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എൻഡോസൾഫാന്റെ കാര്യത്തിൽ ഇനിയും ഓരോരോ ന്യായം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിക്കൂടാ നമ്മുടെ ഗവൺമെന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 9,000 ടൺ എൻഡോസൾഫാനാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ. അതിന്റെ ഏകദേശം പകുതിയോളം ഭാഗം ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാണിജ്യ താല്പര്യങ്ങളല്ല ഇന്ത്യ നയിക്കേണ്ടത്. എൻഡോസൾഫാൻ നിരോധിക്കണമെന്നതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് കേന്ദ്രമന്ത്രി വയലാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തണം. നിരോധിക്കപ്പെട്ട എൻഡോസൾഫാൻ എങ്ങനെ കേരളത്തിലെത്തി എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വയലാർ പറഞ്ഞു. ഹെലികോപ്റ്ററിൽ എൻഡോസൾഫാൻ തളിച്ച പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ക്രൂരതയ്ക്കിരയായത് നാട്ടുകാർ മാത്രമല്ല, സ്വന്തം തൊഴിലാളികൾ കൂടിയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ എൻഡോസൾഫാൻ കൈകാര്യം ചെയ്യേണ്ടി വന്ന ഇവർ ഇന്ന് അർബുദ രോഗികളാണ്. ഇരകൾക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒറ്റ പൈസ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. കോർപ്പറേഷൻ സ്ഥാപിച്ച സ്വകാര്യ ചെക്ക് പോസ്റ്റുകൾ മൂലം പല ഇരകൾക്കും ഡോക്ടറെ കാണാൻ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. 30 വർഷക്കാലം പ്ലാന്റേഷൻ കോർപ്പറേഷൻ പറഞ്ഞ എല്ലാ പണികളും ചെയ്ത ഒരു മനുഷ്യനാണിത്. ഹെലികോപ്റ്റർ എത്തുന്നതിന് മുൻപ് 3 വർഷക്കാലം ഈ കൈകളാണ് കാസർഗോട്ട് എൻഡോസൾഫാൻ തെളിച്ചത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ജോലി അവസാനിപ്പിക്കുമ്പോൾ രാമുനി എന്ന തൊഴിലാളിയുടെ ഏക സമ്പാദ്യം അർബുദമാണ്. എൻഡോസൾഫാൻ വീശിയടിക്കുമ്പോൾ കയ്യുറകളോ മുഖമൂടിയോ ഉണ്ടായിരുന്നില്ലെന്ന് രാമുനി ഓർക്കുന്നു. പിന്നീട് ഹെലികോപ്റ്റർ വന്നപ്പോഴും എൻഡോസൾഫാൻ വെള്ളത്തിൽ കലക്കി തളിക്കാൻ തയ്യാറാക്കുന്ന പണി രാമുനിയുടേതായിരുന്നു. മനസ്സറിവില്ലാതെയാണെങ്കിലും സ്വന്തം നാട്ടിൽ കൊടുംവിഷം തളിച്ചുപോയതോർത്ത് രാമുനി എന്നും സങ്കടപ്പെടുന്നു. പിന്നെ നമ്മളെ വാക്കൊക്കെ തൊട്ടിൽ കൂട്ടിയിട്ട് ഹെലികോപ്റ്ററിലോ എൻട്രി പോന്നിട്ട് അത് വെള്ളം കൊണ്ടുവച്ചു. എന്നിട്ട് ഈ പൈപ്പിൽ പിടിക്കുന്നത് കൊണ്ടുപോയി കണ്ടിട്ട് എന്റെ കൈ കൊണ്ട് അടിക്കുമ്പോൾ എനിക്കൊരു വന്നേനെ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഈ വഴിയിലൂടെ വേണം രാമുനിയെ ഡോക്ടറെ കാണാൻ കൊണ്ടുപോകാൻ. കുറച്ചു ചെല്ലുമ്പോൾ വഴി അടച്ചുകെട്ടിയിരിക്കുന്നു. അന്വേഷിച്ചപ്പോഴറിഞ്ഞു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെക്ക് പോസ്റ്റാണ്. വാഹനം കടക്കാൻ പോയിട്ട് വഴി നടക്കാൻ പോലും PCKയുടെ അനുവാദം വേണം. മലൻമുട്ടയിലെ എൻഡോസൾഫാൻ ഇരകളുടെ ജീവിതങ്ങളിലേക്കുള്ള വഴി പോലും കോർപ്പറേഷൻ കെട്ടിയടച്ചിരിക്കുന്നു. എങ്ങനെ കൊണ്ടുപോകുന്നില്ല, ഒരു വഴിയുമില്ല. കൊണ്ടുപോകാൻ റോഡുമില്ല, വഴിയുമില്ല, നടക്കാനും കഴിയുന്നില്ല. പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് ചികിത്സക്കെ കൊണ്ടുവരില്ല, അവിടെ കിടപ്പിലായി. തൊഴിലിനൊപ്പം മാരക രോഗവും ദാനം ചെയ്ത PCK പക്ഷേ ചികിത്സയ്ക്കായി 10 പൈസ പോലും തൊഴിലാളിക്ക് നൽകിയില്ല. ഇന്ന് എൻഡോസൾഫാൻ ബാധിതരുടെ ലിസ്റ്റിലാണ് രാമുനിയുടെ സ്ഥാനമെങ്കിലും സ്ഥാപനം വഴി നൽകാത്തത് മൂലം പഴയ തൊഴിലാളി ഡോക്ടറെ പോലും കാണാനാവാതെ വീട്ടിൽ തന്നെ കിടക്കുന്നു. ചോക്കാമൂലയിൽ നിന്ന് ക്യാമറമാൻ TR രതീഷിനൊപ്പം ശ്രീകല, ഇന്ത്യ വിഷൻ.